പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ബി.എഡ് അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള അഡ്മിഷന്റെ ഷെഡ്യൂൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കണം. അഡ്മിഷൻ ഷെഡ്യൂൾ എല്ലാവർക്കും അറിയാം, എന്നാണ് അഡ്മിഷൻ നടക്കുക എന്നുള്ളത്. ഇപ്പോൾ അപേക്ഷിക്കേണ്ട സമയമാണ്. ഇപ്പോൾ അത് ജൂൺ 17 വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാം. ഓൺലൈനായിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അങ്ങനെ ജൂൺ 18 ട്രയൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ട്രയലിൽ റാങ്ക് ലിസ്റ്റ് ഓരോ കോളേജിലും നമുക്ക് എത്രയാണ് റാങ്ക് എന്നുള്ളത്, അഡ്മിഷനിൽ അപേക്ഷിച്ചവരിൽ നമ്മുടെ റാങ്ക് എത്രയാണെന്നുള്ളത് ജൂൺ 18 പബ്ലിഷ് ചെയ്യും. ജൂൺ 18 പബ്ലിഷ് ചെയ്താൽ വിദ്യാർത്ഥികൾക്ക് പുതിയ ഓപ്ഷനുകൾ ആഡ് ചെയ്യാനുള്ള സമയമുണ്ട്. നമ്മൾ കൊടുത്ത ഓപ്ഷനിൽ നമ്മളൊക്കെ പിന്നില്ല, പക്ഷെ നമ്മളെ സുഹൃത്തിന് മറ്റൊരു കോളേജിൽ എൻ്റെ അത്ര മാർക്കിൽ ഏറ്റവും നല്ല റാങ്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് തോന്നും, എന്ത്, ഞാൻ ആ കോളേജും കൂടി കൊടുത്താൽ എനിക്ക് നല്ല റാങ്കിൽ ഇന്ന റാങ്ക് ഉണ്ടായിരിക്കുമെന്ന് കരുതിയിട്ട് നമുക്ക് പുതിയ ഓപ്ഷനുകൾ ആഡ് ചെയ്യാം. നിലവിലെ ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യാം. തെറ്റുകൾ നിങ്ങൾ കൊടുത്ത എന്തെങ്കിലും ഡാറ്റയിൽ തെറ്റുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തുന്നതിനുള്ള സമയമാണ് ജൂൺ 19 മുതൽ ജൂൺ 23 വരെയുള്ള തീയതികളിൽ. അത് ആ 23-ന്റെ അകത്ത് നിങ്ങൾ അതൊക്കെ തിരുത്തി കഴിഞ്ഞാൽ ജൂൺ 24 ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും അഡ്മിഷൻ. ആ റാങ്ക് ലിസ്റ്റ് കോളേജുകൾക്ക് കൈമാറും. കോളേജുകൾ എന്ത് ചെയ്യും, ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് വിദ്യാർത്ഥികളെ കോൺടാക്ട് ചെയ്തിട്ട് അഡ്മിഷൻ നടപടികൾ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇത്ര മുതൽ ഇത്ര റാങ്ക് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു ദിവസം അഡ്മിഷൻ കൊടുക്കും. അങ്ങനെ പല രീതിയിൽ നൽകാവുന്നതാണ്. നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതാത് കോളേജുകളുമായി കോൺടാക്ട് ചെയ്യാം. അതിന് പ്രധാന കാരണം, കുറച്ച് സീറ്റുള്ളെങ്കിലും ഈ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ 10 കോളേജ് കൊടുത്തിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥി 10 കോളേജിലും 1ാം റാങ്ക് വന്നാൽ എന്ത് ചെയ്യാണ്, ഏതെങ്കിലും ഒരു കോളേജിലല്ല കുട്ടി ജോയിൻ ചെയ്യാം. അങ്ങനെ എന്ത് ചെയ്യും, ആ ഏറ്റവും ഹൈയസ്റ്റ് മാർക്കുകളുടെ കുട്ടിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പം എന്ത് ചെയ്യും, ഈ കുട്ടിക്ക് എന്ത് ചെയ്യും, ഒരു കോളേജിൽ ആ കുട്ടി അഡ്മിഷൻ എടുക്കും. ബാക്കിയുള്ള എല്ലാ കോളേജിൽ നിന്നും 1ാം റാങ്ക് എന്ന ആ കുട്ടി അതോടുകൂടി എന്ത് ചെയ്യും, ആ കോളേജിൽ വീണ്ടും സീറ്റ് വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യും, 10 സീറ്റ് ആണെങ്കിൽ 11ാമത്തെ റാങ്കുള്ളവനെ പരിഗണിക്കും. അങ്ങനെ ഈ രീതിയിലാണ് ഇതിൻ്റെ അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അങ്ങനെ ജൂൺ 26 മുതൽ ജൂൺ 30 വരെയുള്ള ദിവസങ്ങളിൽ അതായത് കോളേജുകളിൽ അഡ്മിഷൻ നടക്കും. ജൂലൈ 1-ാം തീയതി ക്ലാസ് തുടങ്ങും. ഈ രീതിയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി അവലംബിച്ചിട്ടുള്ളത്. ഈ കാര്യം വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ.